എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ രണ്ടാം വാരത്തിലെ വോട്ടിംഗ് ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകരുടെ വിധികൾ പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ ഫലം കാത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾ. ഹൌസിനുള്ളിലെ രണ്ടാം എലിമിനേഷൻ ഭീഷണിയിൽ ആരുടെ യാത്രയാണ് അവസാനിക്കുക എന്നറിയാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വോട്ടിംഗ് നിലയിൽ ഓരോ ദിവസവും കണ്ട അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ അന്തിമവിധി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് രാത്രി 12 മണിവരെയുള്ള അവസാന ഹോട്ട്സ്റ്റാർ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ബിഗ് ബോസ് 24/7 ലൈവും ലാലേട്ടൻ എപ്പിസോഡുമൊക്കെ സൗജന്യമായി കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി പരസ്യമില്ലാതെ മൊബൈലിലും ടിവിയിലും HD ക്വാളിറ്റിയിൽ കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലഭ്യമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം ലിങ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലിങ്ക് വർക്ക് ചെയ്യുന്നതല്ല. ഇനി വോട്ടിംഗിലേക്ക് വന്നാൽ എല്ലാവരെയും പിന്നിലാക്കി ഒന്നാം സ്ഥാനം നേടിയെടുത്തത് അനുമോളാണ്. അനുമോൾ 1,92,638 വോട്ടുകൾ ആകെ നേടിയിട്ടുണ്ട്. ജിസലുമായുള്ള കോൾഡ് വാർ, ബാത്റൂം പ്രശ്നം, പുരുഷ മത്സരാർത്ഥികളെ മൊണ്ണകൾ എന്ന് വിളിച്ചത് എന്നിവയെല്ലാം അനുമോൾക്ക് വലിയ മൈലേജ് നൽകിയിട്ടുണ്ട്. അക്ബറിനൊപ്പം കളിയരങ്ങ് ടാസ്കിൽ ഒന്നാം സ്ഥാനം നേടിയതും വികാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ഗെയിം പ്ലാനും അനുമോളിനെ വോട്ടിംഗ് പട്ടികയുടെ തലപ്പത്തെത്തിച്ചു. രണ്ടാം സ്ഥാനം നേടിയത് ക്യാപ്റ്റൻ ഷാനവാസാണ്. 1,89,417 വോട്ടുകൾ നേടിയ ഷാനവാസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശാന്തമായും നീതിയുക്തമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഷാനവാസിന് വൻ പിന്തുണ നേടിക്കൊടുത്തു. അനുമോൾക്ക് നൽകിയ ശക്തമായി മുന്നോട്ടു പോകാനുള്ള ഉപദേശവും ജിസലിന്റെ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടും അദ്ദേഹത്തിന് ഗുണം ചെയ്തു. മൂന്നാം സ്ഥാനത്ത് 1,85,285 വോട്ടുകൾ നേടി ആര്യനാണ് ഫിനിഷ് ചെയ്തത്. കളിയരങ്ങ് ടാസ്കിൽ ജിസലിനൊപ്പം നടത്തിയ റൊമാന്റിക് പ്രകടനം ആര്യന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ജിസലാണ് 1,79,281 വോട്ടുകൾ നേടി 4ാം സ്ഥാനത്തെത്തിയത്. അനുമോളുമായി നിലനിൽക്കുന്ന കോൾഡ് വാറും മേക്കപ്പ് ഉപയോഗിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ജിസലിന്റെ വോട്ടുകളെ ബാധിച്ചിരുന്നു. 5ാം സ്ഥാനം നേടിയത് നെവിനാണ്. 1,74,273 വോട്ടുകൾ നേടിയ നെവിൻ ഷാനവാസിനൊപ്പം കളിയരങ്ങ് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2ാം സ്ഥാനം നേടിയത് നെവിന് ഗുണം ചെയ്തു. അതുപോലെ 6ാം സ്ഥാനം നേടിയത് മറ്റാരുമല്ല, അപ്പാനി ശരതാണ്. 1,72,279 വോട്ടുകൾ ശരത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അനുമോളെ പുറത്താക്കാനുള്ള ആവശ്യം, ജിസലിനെ പിന്തുണയ്ക്കുന്നത് എന്നിങ്ങനെയുള്ള നിലപാടുകൾ ശരത്തിന് വിമർശിക്കപ്പെട്ടെങ്കിലും കളിയരങ്ങ് ടാസ്കിലെ വികാരപ്രകടനം വോട്ടുകൾ നേടിക്കൊടുത്തു. 7ാം സ്ഥാനം ബിന്നി സ്വന്തമാക്കിയപ്പോൾ 8ാം സ്ഥാനത്താണ് ആദില ആൻഡ് നൂറ. കളിയരങ്ങ് ടാസ്കിൽ ശരത്തിനൊപ്പം നന്നായി കളിച്ച ബിന്നിക്ക് ലഭിച്ചത് 1,69,824 വോട്ടുകളാണ്. നിലപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ശ്രമിച്ചതും ബിന്നിയുടെ വോട്ടിംഗ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തുള്ള ആദില ആൻഡ് നൂറയ്ക്ക് 1,62,248 വോട്ടുകളും പ്രേക്ഷകർ സമ്മാനിച്ചിട്ടുണ്ട്. കളിയരങ്ങ് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ടീമിന് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാത്തതിൽ ഇവർ നിരാശരായിരുന്നു. എങ്കിലും ഇവരുടെ നിലപാടുകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നാൽ 9ാം സ്ഥാനത്ത് അക്ബറാണ്. 1,60,292 വോട്ടുകളുമായി എത്തിയത്. അനുമോളുമായി മികച്ച കോംബോ ഉണ്ടാക്കി ടാസ്കിൽ 1ാം സ്ഥാനം നേടിയെങ്കിലും ജിസലിനെ അമിതമായി പിന്തുണച്ചത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തതായി പുറത്താകൽ ഭീഷണിയുടെ വക്കിൽ നിൽക്കുന്ന താരങ്ങളെ നോക്കിയാൽ 1,53,380 വോട്ടുകൾ നേടി 10ാം സ്ഥാനത്ത് ബിൻസിയും 1,42,916 വോട്ടുകൾ നേടി ശൈത്യ ഏറ്റവും അവസാന സ്ഥാനത്തുമാണ്. ശക്തമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കാത്തതും ടാസ്കുകളിലെ പ്രകടനങ്ങളും ബിൻസിയെ പിന്നിലാക്കിയപ്പോൾ ഹൌസിലെ നിശബ്ദ സാന്നിധ്യമായി നിന്നത് വോട്ടുകൾ നേടുന്നതിൽ ശൈത്യക്ക് പരാജയമായി. അനീഷിനെ ഏറ്റവും മികച്ച കളിക്കാരനായി കണ്ട ശൈത്യ കളിയരങ്ങ് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ടീം പിന്നിലായത് കാരണം നിരാശയിലായിരുന്നു. 2ാം ആഴ്ചത്തെ ഈ വോട്ടിംഗ് നില വെച്ച് നോക്കിയാൽ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോകുന്ന മത്സരാർത്ഥി ശൈത്യയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ അന്തിമവിധി എന്തായിരിക്കും? ആരായിരിക്കും ഈ ആഴ്ച പുറത്താവുക? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫേവറിറ്റ് മത്സരാർത്ഥിയുടെ പേരും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.